ഹായ് കൂട്ടുകാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തെനാലിരാമൻ കഥകളിലെ ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. തെനാലിരാമൻ കഥകൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കണ്ണടച്ചൊരു വിദ്യ. ഒരിക്കൽ പ്രഗത്ഭനായ ഒരു ഇന്ദ്രജാലക്കാരൻ വിജയനഗര രാജധാനിയിലെത്തി. അത്ഭുതകരമായ അനേകം ജാലവിദ്യകൾ കാട്ടി അയാൾ രാജാവിനെയും മറ്റു സദസ്യരെയും അത്ഭുതപ്പെടുത്തി. അതുവരെ ആരും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത പല വിദ്യകളും കാട്ടിയതോടെ അയാൾ ഒരു മഹാമാന്ത്രികൻ തന്നെയെന്ന് സർവരും സമ്മതിച്ചു. പിന്നീട് അയാൾ ചോദിച്ചു, ആർക്കെങ്കിലും ഞാൻ കാണിക്കാത്ത ഏതെങ്കിലും വിദ്യ കാണിച്ച് എന്നെ പരാജയപ്പെടുത്താമോ? എങ്കിൽ 1000 വരാഹം സമ്മാനം തരുന്നതാണ്. അത് കേട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്ന പല മാന്ത്രികരും വന്ന് പല അത്ഭുത വിദ്യകളും കാണിച്ചു. പക്ഷേ അതെല്ലാം അതിനേക്കാൾ ഭംഗിയായി വിദേശ മാന്ത്രികൻ പുനരവതരിപ്പിച്ചു. ഒടുവിൽ ആർക്കും അയാളെ തോൽപ്പിക്കാനാവില്ല എന്നുറപ്പായി. വിദേശിയായ ഈ മാന്ത്രികന്റെ മുൻപിൽ തൻ്റെ രാജ്യക്കാരെല്ലാം അടിയറവ് പറഞ്ഞതിൽ മഹാരാജാവിന് വലിയ ഖേദം തോന്നി. മഹാരാജാ നിഴൽ പരന്ന മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പും ചോറും തിന്നു കഴിയുന്ന തനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിമാനം കാക്കാൻ ബാധ്യതയുണ്ടെന്ന് തെനാലിരാമന് തോന്നി. തെനാലിരാമൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാനൊരു ഇനം അവതരിപ്പിക്കാം. രാമന് ജാലവിദ്യയും അറിയാമോ? അസ്വസ്ഥതയോടെ രാജാവ് ചോദിച്ചു. രാമൻ തോൽക്കുകയില്ലെന്ന് രാജാവിന് ഒരു തോന്നലുണ്ടായി. രാമൻ രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ചെറിയ ചില വിദ്യകളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അതിവിടെ മതിയാകുമോ എന്ന് നോക്കട്ടെ. തുടർന്ന് മാന്ത്രികനെ നോക്കി രാമൻ വിനീതനായി പറഞ്ഞു, ഞാനൊരു വിദ്യ കണ്ണടിച്ച് പിടിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങ് അത് കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് ചെയ്യണം. തയ്യാറാണോ? അത് കൊള്ളാം. നിങ്ങൾ കണ്ണടച്ച് പിടിച്ച് ചെയ്യുന്ന വിദ്യ ഞാൻ കണ്ണു തുറന്നുകൊണ്ട് ചെയ്യുന്നതിൽ എന്താ അത്ഭുതം? അപ്പോൾ രാമൻ പറഞ്ഞു, അത്ഭുതമുണ്ടാകും. താങ്കൾ തയ്യാറാണോ? അപ്പോൾ ഇന്ദ്രജാലക്കാരൻ പറഞ്ഞു, 100 വട്ടം തയ്യാർ. ശരി, ഞാനിതാ വിദ്യ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം രാമൻ തൻ്റെ കൈവശം കരുതിയിരുന്ന പൊടിമണൽ കണ്ണടച്ച ശേഷം കണ്ണിന് മുകളിലിട്ടു. അത് കണ്ടപ്പോഴേ മഹാമാന്ത്രികന്റെ ചങ്കു കിടങ്ങിപ്പോയി. 5 നിമിഷം അങ്ങനെ നിന്നിട്ട് രാമൻ മണ്ണ് തൂത്ത് കളഞ്ഞ് കണ്ണു തുറന്നു. ഒരു പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, ഇത്രയേയുള്ളൂ. ഈ വിദ്യ അങ്ങ് കണ്ണു തുറന്ന് പിടിച്ച് ചെയ്താൽ മതിയാകും. അയ്യോ, കണ്ണു തുറന്നുകൊണ്ട് ആർക്കെങ്കിലും കണ്ണിൽ പൊടിമണലിടാൻ പറ്റുമോ? മാന്ത്രികൻ തോൽവി സമ്മതിച്ചു. 1000 വരാഹൻ രാമന് സമ്മാനം നൽകി. തൻ്റെ രാജ്യത്തിന് അഭിമാനം രക്ഷിച്ചതിന് രാജാവും രാമന് 1000 വരാഹം നൽകി. ഇത് തരക്കേടില്ല എന്നും ഇങ്ങനെ വല്ല മാന്ത്രികനും ഇടയ്ക്കിടെ വന്നെങ്കിൽ മതിയായിരുന്നെന്നും മനസ്സിലോർത്ത് രാമൻ